എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലുള്ള ഹരിദാസേട്ടന്റെ അടുത്താണ്. അപ്പോൾ ഹരിദാസേട്ടനെ കുറിച്ച് നിങ്ങളോട് അധികം ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പല വീഡിയോയിലും നമ്മളോടൊപ്പം ഉള്ള ആളാണ് ഹരിദാസേട്ടൻ. അപ്പോൾ പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതായത് ഈ പാടത്ത് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നവരും, അതായത് ചെറുവാഴകളൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ വാഴക്കന്ന് നടേണ്ട സമയമായി. അതായത് ഇപ്പോൾ ജൂലൈ മാസം ലാസ്റ്റ് ആയി, സെപ്റ്റംബർ, ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും നമ്മളെ പാടത്ത് വാഴക്കന്ന് നടേണ്ടത്. അപ്പോൾ എങ്ങനത്തെ കന്നുകളൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഇനി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്തിലൊക്കെയാണ് ഈ പറഞ്ഞ വാഴക്കന്ന് മുക്കേണ്ടത്? ഇനി അതുപോലെ നമ്മൾ വാഴക്കന്ന് വാങ്ങാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പല പേരുകളിലുള്ള വാഴക്കന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് തേനി ക്വിൻ്റൽ, മഞ്ചേരി കുള്ളൻ, അങ്ങനെ സ്വർണ്ണമുഖി, പല പേരുകളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വലിയൊരു വീഡിയോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായി നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സമയം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാഴ നടുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു സംശയമാണ്, വലിയ കന്ന് നടുന്നതാണോ അതോ സൂചിക്കന്ന് നടുന്നതാണോ? ഇപ്പൊ ഹരിദാസേട്ടന്റെ കയ്യിലുള്ള കന്ന് ഇതിപ്പോ സൂചിക്കന്നെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ചെറിയൊരു കന്നാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു കയ്യിന്റെ ഉള്ളിലല്ലേ ഉള്ളത്, അത് ഏകദേശം കയ്യിന്റെ ഉള്ളിലേ ഉള്ളൂ. ഇതിപ്പോ ഏതാ കന്ന്? മൈസൂർ കന്നാണ്. മൈസൂര്, പാളയംകോടൻ അല്ലെ പാളയംതോടൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഒരു കുഞ്ഞു കന്ന് നട്ടാൽ ഏകദേശം നമ്മൾ നേന്ത്രം വിളവെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റുമോ? ഇത് ഏകദേശം 9 മാസം 10 മാസം കൊണ്ട് നമുക്ക് ഈ കുഞ്ഞു കന്നാ. ഇതിന് പ്രത്യേകത സാറേ, നമ്മള് ടിഷ്യൂ കൾച്ചർ വാഴക്കന്ന് വെച്ചിട്ട് നമ്മളത് 9 മാസം കൊണ്ട് കൊല വെട്ടുന്നില്ലേ? എന്നാ പിന്നെ നിങ്ങളൊന്നും സംശയിക്കണ്ട, ഇത് കൊല വെട്ട. പിന്നെ മാത്രല്ല, നമ്മൾക്ക് ഇനി ഒരു 15 ദിവസം 1 മാസം വഴുകിയാൽ നമ്മൾക്ക് പിന്നെ ശരിയായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള നമ്മള് വാഴക്കന്ന് പറഞ്ഞാൽ വലിയ തള്ളക്കന്നല്ല നമ്മൾ കുഴിച്ചിടണ്ടേ. നമ്മൾക്ക് ഒരു 700-500 ഗ്രാം തൂക്കമുള്ള കന്നാണ് നമ്മൾ കുഴിച്ചിടണ്ടേ. പക്ഷെ നമ്മൾ പെട്ടെന്ന് കൊലയ്ക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ തള്ളക്കന്ന് നോക്കിയിട്ട് വലിയ കന്നാണ് അത്. മറ്റേ അത് ശരിക്കും നമ്മളത് അപ്പൊ അതിന്റെ കാലത്ത് സൂചിക്കന്ന് മാത്രമേ വാഴന്ന് കുത്തിയെടുത്തിട്ട് വെക്കുള്ളായിരുന്നു. ഒരു വാഴന്ന് 4-5 കന്ന്. ഇപ്പോഴും അങ്ങനെയല്ല, വാഴയിൽ എത്ര കന്ന് പൊട്ടിയുണ്ടോ അത്രയും കന്ന് നമ്മളിപ്പോ ഉപയോഗിക്കുകയാണ്. അതും തമിഴ്നാട്ടിൽ നിന്ന് എന്ത് പോകുമ്പോൾ അടിച്ച വാഴക്കന്ന് നമ്മള് നിർബന്ധാവസ്ഥയിൽ ഉപയോഗിക്കപ്പെടുകയാണ്. അല്ല, ശരിക്കുള്ള വാഴ നമ്മള് പിന്നെ ചെറിയ കന്ന് വെച്ചാല് ഒരു പക്ഷെ നമ്മൾ അത് പറയും 1 മാസം വഴുകുമെന്ന്. പക്ഷെ വഴുകിക്കോട്ടെ, എത്ര നമ്മൾ ഒരു വാഴക്ക് വഴുകി ഒരു വളം കൂടുതൽ എടുക്കുന്നോ അത്രയും നമ്മൾക്ക് തമ്മില് വിളവ് കൂടുതലുണ്ടാവും. നമ്മൾക്ക് ഈ ഒരു കയ്യിന്റെ ഉള്ളിൽ കൊള്ളുന്നത് ശരിക്കും കയ്യിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന ഒരു വലിപ്പമേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാ. പിന്നെ മറ്റേ ഇത് 200 ഗ്രാം ഒക്കെ തന്നെയുള്ളു. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മൾ നേന്ത്രയും മറ്റുമൊക്കെ തെരഞ്ഞെടുക്കുന്ന മാതിരി നമ്മൾക്ക് ഈ മൈസൂർ വാഴക്കന്ന്, ഞാലിപ്പൂവൻ വാഴക്കന്നും ഒക്കെ വലിപ്പമുള്ളത് പ്രയാസമാണ്. നമ്മളൊരു 15 ദിവസം വഴിയാൽ നമ്മൾക്ക് അതിനുണ്ട് പിന്നെ വാഴമില് കായ്ഫലം കൂടുതൽ കിട്ടും. അപ്പൊ അത് കേട്ടാലും പേടിക്കണ്ട. വൈക എന്ന് പറയുന്നത് പോലും ഇവര് പറയുന്നത് 10 മാസം കൊണ്ട് തന്നെ വാഴ വെട്ടും. 10 മാസം തന്നെ വിളവെട്ടും. ഇത് നമ്മൾക്ക് ഇതുണ്ടെന്നുള്ള നമ്മൾ 10 മാസം കഴിഞ്ഞാല് നമ്മൾക്ക് പ്രത്യേക പ്രകൃതി എന്നുള്ള പ്രകൃതിക്ഷോഭം മറ്റുള്ള ഇത് വേറൊന്നുമില്ല, നമുക്ക് സാഹചര്യം കൊണ്ട് കേടൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇത് വന്ന കണക്ക് തന്നെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരും വാഴക്കൊല വെട്ടുന്നത്. പിന്നെ നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതിപ്പോ ഇതിനിങ്ങനെ വേര് പൊട്ടിയിട്ട് പോലും കൂമ്പ് വന്നിട്ടില്ല. അതാണ് മൈസൂർ വാഴ എന്ന് പറയുന്നത് പ്രത്യേകത. അതാണ് മൈസൂർ അല്ലെ പാളയംതോടന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വേര് പൊട്ടിയിട്ടുണ്ടാവും. മറ്റേ ഇതുണ്ടോ, ഇത് ചെറിയ കന്നാണ്, പക്ഷെ ഇതാ വേരൊക്കെ പൊട്ടി എല്ലാം ക്ലിയർ ആണ്. അതിന്റെ തൂമ്പുണ്ടല്ലോ ഇപ്പോഴും പിന്നെ ഉണങ്ങി തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇത് പിന്നെ ഇതും മറ്റേ വാഴന്റെ കൂടെ തന്നെ നമുക്ക് നേന്ത്രവാഴന്റെ കൂടെ തന്നെ നമുക്കുണ്ടല്ലോ കൊല വെട്ടാൻ പറ്റും. ഞാനിതിൽ തേനും മറ്റൊക്കെ ഉണ്ട്. മേട്ടുപ്പാളയത്തിന്റെ കൂടെ തന്നെ, അതായത് 9-10 മാസം കൊണ്ട് നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റും. അത് സംശയിക്കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ നേന്ത്രന്റെ കൂടെ ഇതുപോലെ ഈ മൈസൂരിന്റെ കന്ന് മാറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, കൂമ്പ് വരുന്നില്ല എങ്കിൽ അതെന്തായാലും അത് മൈസൂർ തന്നെ ആവാനാണ് സാധ്യത. ഇത് ഞാനിപ്പോ ഇതിവിടെ പിന്നെ കുറച്ച് മൈസൂർ വാഴ വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ തണലടിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് നമ്മൾ നേന്ത്രനേക്കാളൊക്കെ നമ്മൾക്ക് പിന്നെ നല്ലത് മൈസൂർ വാഴയാണ്. അതായത് സൈഡുകളിലും സ്ഥലങ്ങളിലൊക്കെ നല്ലത് ഇതാണ് മൈസൂർ വാഴയാണ്. ഇതിപ്പോ നമ്മള് കന്ന് എങ്ങനെയാണ് ചെത്തി വൃത്തിയാക്കുന്നത്? ഇത് ഞാൻ ആദ്യം പിന്നെ ഒരു പരുവത്തിൽ ചെത്തിയതാണ്. എല്ലാം മറ്റേതും കൂടുതൽ പറ്റിയതിന് കുറെ വാഴയുള്ളതുകൊണ്ട് ഞാനൊരു 8000 വാഴക്കന്നാണ് ഇറക്കിയത്. പിന്നെ അത്ര പിന്നെ നീറ്റായിട്ട് ചെത്തി വൃത്തിയാക്കിയിട്ട് അതുമില്ല. അതിൽ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കന്ന് വരുന്നുണ്ട്. ആ കന്ന് നമ്മള് വെട്ടി വൃത്തിയാക്കല് നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ വെച്ചാല് ആ കന്ന് ആ വാഴന്റെ കൂടെ തന്നെ പിന്നെ 2 മാസം കഴിയുമ്പോഴേക്കും വാഴ കന്നിന് പൊട്ടാൻ തുടങ്ങും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ. പിന്നെ നമുക്ക് വാഴക്കന്ന് പൊട്ടാതിരിക്കാനായിട്ടാണ് നമ്മൾ ശരിക്കും അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ അത് കന്ന് തന്നെ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വാഴ പിന്നെ പരിചരണം പിന്നെ കായ്ഫലം കുറയും.
കുറയും. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ വേര് എല്ലാം ചെത്തിയിട്ട് മരുന്നിൽ അരമണിക്കൂർ മുക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അരമണിക്കൂറൊന്നും കുത്തി വെക്കില്ല, പിന്നെ മരുന്ന് മുക്കി വെക്കില്ല, അതൊന്ന് കുതിർത്തിട്ട് നമ്മൾ എടുക്കാൻ ചെയ്യില്ല. അതെല്ലാം മരുന്ന് പിന്നെ കന്ന് മുക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ കീടനാശിനി മാത്രം പോരാ, ഫംഗസൈഡിനുള്ളതും കൂടി നമ്മൾ ചേർത്ത് വേണം മുക്കാനായിട്ട് മുക്കി വെക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇതുപോലെ വേരൊക്കെ പൊട്ടിയതാണെങ്കിൽ നമ്മൾ വേര് ചെത്തി കളഞ്ഞിട്ടാണോ വെക്കാറ്? അല്ല, ഈ വേര് വെട്ടിയൊന്നും അത് വെക്കണ്ട, ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളതാണോ അല്ലെങ്കിൽ ഇനി വെക്കാനുള്ളതാണ്? അതായത് സൈഡിലൊക്കെ വാഴ വെച്ചു, അവിടെ സൈഡിലൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ തണലടിക്കുന്ന ഭാഗങ്ങള്, ആ തണലടിക്കുന്ന ഭാഗങ്ങളിൽ കുഴിച്ചിട്ടാളാണ് ഈ മൈസൂർ വാഴക്കന്ന്. അപ്പൊ ഈ മൈസൂർ അല്ലെങ്കിൽ പാളിയന്തോട് എന്ന് പറയുന്നതാണ് വാഴ കന്ന് നട്ടാല് ഏറ്റവും പയ്യെ കൂമ്പ് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആണോ? അതാണ് അതിന്റെ സത്യം. അപ്പൊ ഇതിപ്പോ ഹരിദാസേട്ടാ, ഇത് ഏതാ? നേന്ത്രൻ തേനിയാണ്. നേന്ത്രൻ തേനിയാണ്. അപ്പൊ അത് നേന്ത്രൻ മറ്റേ കിൻഡലാണ്. വല്ല വ്യത്യാസം ഉണ്ടോ? കണ്ടാവും തിരിച്ചറിയാൻ വല്ല മാർഗമുണ്ടോ? ഇപ്പൊ നമ്മൾ കന്ന് അങ്ങനെ ആകുമ്പോ നമ്മളെന്തല്ല, കന്ന് ഇറക്കുന്ന സമയത്ത് കുത്തി ഇറക്കുന്ന സമയത്ത് ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പൊ അതിന് പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്ക് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഇത് കുറച്ച് വെച്ച് തൂമ്പെടുക്കുമ്പോൾ പറയാം. കാരണം വെച്ചാല് ഇതിൽ വണ്ടിയിൽ നിറച്ചോ മറ്റേതൊക്കെ ഉണ്ട്, ഇതിന് കുറച്ച് അവിടെ വെച്ചതിന് ബാക്കിയാണ്. ഇതിൽ നിന്നുണ്ടല്ല തൂമ്പ് വേഗം വളരുന്നുണ്ട്. തേനിക്ക് തൂമ്പ് പെട്ടെന്ന് വളരുന്നുണ്ട്, അത്ര കൂടുതൽ വളരുന്നില്ല കിൻഡലിന്റെ. അങ്ങനെ അത്ര പോലുമില്ല മൈസൂരിന് അത്രയില്ല. മൈസൂരിന് അത്രയും പറഞ്ഞാല് മൈസൂർ അത് ഇപ്പോഴും ഒരുമിച്ച് കൊണ്ടുവന്നാണ്. അത് ഇപ്പോഴും അത് ഉണങ്ങിയ മാതിരി തന്നെയാണ് അതിന്റെ പിന്നെ വായ്ത്തല നിൽക്കുന്നത്. ഇതിപ്പോ പിന്നെ മുളയ്ക്കാത്തത് തെരഞ്ഞിട്ടതാണ്. ഇതിപ്പോ ഇതിങ്ങനെ മുളച്ചതാണ് എടുത്തിട്ട് നമ്മൾ കുഴിച്ചിടുന്നത്. ഇതാണ് തേനി. തേനിയുടെ പ്രത്യേകത എന്താണ്? തേനി നമ്മൾക്ക് അത്യാവശ്യം നല്ല നടാറുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് നടന്നതാണോ? കുറച്ച് നട്ടിരുന്നു. പിന്നെ നമ്മള് അതിൽ മറ്റേ വെള്ളം വരുമ്പോൾ പോയത് കാരണം, വെള്ളം പിന്നെ തുലാമാസത്തിലൊക്കെ വെള്ളം വരുന്ന കാരണം വേഗം വരാൻ വേണ്ടിട്ട് നമ്മള് മേട്ടുപാളത്തിലാണ് പിന്നെ കൂടുന്നത്. തേനിയുടെ പ്രത്യേകത 11 മാസം വേണം നമുക്ക്. 11 മാസം. കൊല ഏകദേശം എന്തോരം ഉണ്ടാവും? നല്ല കൊല ഉണ്ടാവും. മറ്റേ നമ്മള് മേട്ടുപാളത്തിന് അപേക്ഷിച്ച് 5-6 കിലോ പിന്നെ വാഴക്കൊല തൂക്കം കൂടുതൽ കിട്ടും. ഏകദേശം ഒരു 25-30. 25-30 കിട്ടും. നല്ല പരിചരിക്കുകയാണെങ്കിൽ അതിലേറെ കിട്ടും. ഏകദേശം കിൻഡലിന്റെ ഇത് കണ്ടിട്ട് നമ്മൾക്ക് തേനിക്ക് കിട്ടും. അല്ല, കിൻഡലിന്റെ കൊല പോലെയാണോ അല്ലെങ്കിൽ മേട്ടുപ്പാളയം കൊല തന്നെ വലുതായിട്ടാണോ? മേട്ടുപാളയത്തിന്റെ ഒരു പിന്നെ വെറൈറ്റിയാണിത്. കിൻഡലിനുള്ള പ്രത്യേകിച്ച് അടി മോളും ഒരേമായി തന്നെ കായ നീളം കായകളോ? നല്ല നീളമുള്ള കായ. എക്സ്പോർട്ടിങ്ങിന് ഏറ്റവും നല്ലത് നമ്മളെ കിൻഡൽ വാഴയാണ്. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കുക, സാധാരണ നമ്മൾ ഈ മേട്ടുപ്പാളയം കായയുടെ പോലെ തന്നെയുള്ള വലിയ കൊലയായിരിക്കും. പിന്നെ പെട്ടെന്ന് ഇതാവും ചെയ്യും. അത് മറ്റേ 9-10 മാസം കൊണ്ടാണ് മേട്ടുപ്പാളയം എങ്കിൽ ഇത് നമുക്ക് 10-11 മാസം കൊണ്ട് നമുക്ക്, അതായത് ഒരു മാസം കൂടി, ഒരു മാസത്തെ പിന്നെ പരിചരണം കൂടുതൽ വേണം. ആണ് കിൻഡലിന്റെ പ്രത്യേകത. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രയ്ക്ക് പെട്ടെന്ന് തേനിൽ അത്രയും തൂമ്പ് വന്നിട്ടില്ല. അപ്പൊ ഇത് എന്ത് ചെയ്ത് മരുന്ന് മുക്കി വെച്ചിട്ടാണ്, എന്തൊക്കെയാണ് ചെയ്തത് വെച്ചിട്ടുള്ളത്? ഇപ്പൊ വേര് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. നമ്മളിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നമ്മള് കീടനാശിനിയും ഫംഗസൈഡിനുള്ള മരുന്നും കൂടി കൂട്ടിട്ട് ചേർത്തിട്ട് ലായനിയാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് വെച്ചതാണ്. അപ്പൊ ഇങ്ങനെ മുളയ്ക്കാൻ വെച്ചിട്ട് വെക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ കേറിയിട്ടുള്ള വെള്ളം കയറുമ്പോ നമ്മൾ ആ മഴന്റെ ഇത് കാണുമ്പോ നമ്മൾക്ക് തന്നെ ആശ്വാസം കാണുന്നിട്ട് വെയിലിറക്കും വെക്കാം, ചളിയിൽ വെക്കേണ്ട എഴുതിയിട്ടൊന്ന് ഇതാക്കിയ പിന്നെ നമുക്ക് അത്രയും കൂടി സമയം കിട്ടാൻ വേണ്ടിട്ട് നമ്മളൊന്ന് പിന്നെ മരുന്ന് മുക്കിയിട്ട് വെച്ച് ഒരു 10-15 ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്ക് പറഞ്ഞാല് മറ്റേ ആ ഒരു ചെളിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചതാണ്. അല്ലാതെ നേരെ ചെളിയും വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നേരാണ്ട് കുഴിച്ചിട്ടാൽ മതി, നമുക്ക് കുഴപ്പമൊന്നുമല്ല. അപ്പൊ ആ ദിവസം അങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് ലാഭിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ കായയുടെ പ്രത്യേകത എന്താണ്? കിൻഡലോ? കിൻഡലിന്റെ പ്രത്യേകത കിൻഡല് നല്ല പിന്നെ അത്യാവശ്യം വലുപ്പവും നീളും വണ്ണുള്ള കായായിരിക്കും. നമ്മൾക്ക് എക്സ്പോർട്ടിങ്ങിനൊക്കെ പറ്റിയ സാധനമാണ്. കാരണം അടിപ്പടലയും നമ്മൾക്ക് ചെറിയ കായായിട്ട് ഉണ്ടാവില്ല, അതും നല്ല കായായി കിട്ടും. അപ്പൊ നമ്മള് മഞ്ചേരി എന്ന് പറയുന്ന ടൈപ്പ് ഒരു നല്ല ബലമുള്ള ഒരു വാഴ ഉണ്ടല്ലോ. മഞ്ചേരിക്കുള്ള പ്രത്യേകത വെച്ചാല് അതൊരു 8 കിലോ 10 കിലോ അങ്ങനെയുള്ള കോലയാണ് സാധാരണ ഉണ്ടാവുക. അതിനുള്ള പ്രത്യേകത വെച്ചാല് അടിയിലും മുകളിലും ഒക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരേ വണ്ണത്തിൽ കായ ഉണ്ടാവും, ചെറിയ കോലയാവും അതിന്. നമ്മൾ ഒരു വാഴ വെക്കുമ്പോഴേ ആ മഞ്ചേരിക്കുള്ളം തന്നെ വലുതാകുന്ന ഒരു പിന്നെ അതിന്റെ ഒരു പ്രകൃതാണ്. അതിനേക്കാളും പിന്നെ 3 ഇരട്ടി കോല വലിപ്പം ഉണ്ടാവും, പിന്നെ കായും വലിപ്പം ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഒരു 2 മാസത്തിന് കൂടുതൽ പരിചരിക്കണം. 2 മാസം നമുക്ക് പൊടിച്ചാൽ നമ്മൾക്ക് ഒരു വാഴക്ക് നമ്മൾ
പിന്നെ ഒരു വർഷം നമ്മൾക്ക് അത് പിന്നെ 10 മാസം അതിന് പരിചരിക്കുന്നതും ഇതിന് 11-12 മാസം പരിചരിച്ചാൽ നമ്മൾക്ക് ഇതാണ് ലാഭം. അതിനേക്കാൾ 3 ഇരട്ടി നമുക്ക് വിളവ് ഇതിൽ നിന്ന് കിട്ടും. 2 മാസത്തെ പരിചരണേ കൂടുന്നുള്ളൂ. നമ്മൾക്ക് ഒരു വർഷം നമ്മൾക്ക് പിന്നെ ഇതാക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ 10 കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് 25-30 ആയി തീരുകയാണ്. ക്വിന്റൽ ഏകദേശം എത്ര കിലോ കിട്ടും? ക്വിന്റൽ 35-40 കിലോ വരെ നമ്മൾക്ക് നല്ല പരിചരണമുള്ള വാഴയാണ്. നമുക്ക് 35-40 കിലോ വരെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മളൊന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മഞ്ചേരിക്കുള്ളന്റെ ഏകദേശം അതേ ഷേപ്പ് ആയിരിക്കും. അതായത് അടിയിലെയും മുകളിലെയും പടല ഒരേപോലെ ആയിരിക്കും. പക്ഷെ അതിന്റെ തന്നെ ഒരു 3 മടങ്ങ് എന്തായാലും തൂക്കം ഇതിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഇതില് ക്വിന്റലിന്റെ തന്നെ ഇത് ഏകദേശം ഒരു 1 കിലോത്തിന് അടുക്കിയുള്ള കന്നാണ് അല്ലെ? വലത് കയ്യിലുള്ളത് 1 കിലോത്തിന് അടുത്തും ഇതൊരു ഏകദേശം ഒരു 1/2 കിലോ താഴെയുള്ള കന്നാണ്. ഇതിപ്പോ കൊല വെട്ടണ സമയത്ത് തൂക്കം ഏതിനായിരിക്കും കൂടുതൽ? കൊലയ്ക്ക് തൂക്കം കൂടുതൽ ചെറുതിനായിരിക്കും. പക്ഷെ ഇതിന് കുറച്ച് മുമ്പ് നമ്മൾക്ക് ആദ്യത്തെ ബാച്ചിൽ വെട്ടാം. അതാണ് പ്രത്യേകത. ഒരേ വലിപ്പത്തിലുള്ള കന്നുകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ കഴിയുന്നത് വലിയ കന്ന് ഒഴിവാക്കലാണ്. നമ്മൾ ആ വലിയ കന്ന് നമ്മൾ ഇതൊക്കെ ഞാനവിടെ കുഴിച്ചിടുമ്പോ തന്നെ ഞാനിത് തെരഞ്ഞ് വേറെ വെക്കും, ഒരു സൈഡിൽ വെക്കും. പിന്നെ നമ്മൾക്ക് വാഴക്കന്ന പിന്നെ കുറച്ച് വാഴക്കന്നൊക്കെ നമുക്ക് തൂമ്പ മറ്റെല്ലാം പോകുമ്പോഴേ ഒരു മാസത്തിന് പോകുന്നതിന് നമ്മൾ പരിചരിക്കുള്ളൂ. ഒരു മാസത്തിന് മുന്നേ പോയി വാഴക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളിത് എടുത്തിട്ട് വലിയ കന്ന് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ബദലായിട്ട് വെച്ചു കൊടുക്കും. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ നടുന്ന സമയത്ത് തന്നെ വലിയ കന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുത്ത് മാറ്റി വെക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതായത് നമുക്കറിയാം ഈ പാടത്തെ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ പ്രധാനമായിട്ടും ഈ കന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ തന്നെ ഈ കടയിലൊക്കെ ഈ 5-6 തരം അവർ കന്ന് സാധാരണ പറയാറുണ്ട്. അതായത് തേനി, ക്വിന്റൽ, സ്വർണ്ണമുഖി എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും കർഷകർക്ക് ഇതൊരു സംശയമാണ്, ഇതിലേത് വേണം തെരഞ്ഞെടുക്കേണ്ടതെന്ന്. അപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഓരോ കന്നിന്റെയും അതായത് ഓരോ കൊലയുടെയും പ്രത്യേകതകളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് എക്സ്പോർട്ടിങ്ങിനാണോ അല്ലെങ്കിൽ വലിയ വലിയ കൊലയാണെങ്കിൽ നമ്മളെ പ്രാദേശിക വിപണികളിൽ അതൊക്കെ വിറ്റ് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി അത് മാത്രമല്ല നമ്മളുടെ സ്ഥലത്ത് ഈ 11 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് കൊല വെട്ടി എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾക്ക് വാഴക്കന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കന്നിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കന്ന് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുക്കേണ്ട കാര്യങ്ങൾ മരുന്നുകളുടെ കാര്യങ്ങളും, അതായത് ഫംഗിസൈഡും പെസ്റ്റിസൈഡും മുക്കിയാൽ മാത്രമേ ഇന്നുള്ള കാലത്ത് ഈ പറഞ്ഞ പോലെ കേടുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കൂ എന്ന് നമ്മളോട് പറഞ്ഞു. അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് വാഴക്കന്ന് ഒരു വാഴയിൽ നിന്ന് വാഴക്കൊന്ന് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം 3 കന്നേ എടുക്കാറുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾക്ക് വരുന്ന ഒട്ടുമുക്കാൽ കന്നുകൾ എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കന്നാണ്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു തോട്ടത്തില് ഏകദേശം മുഴുവൻ കന്നുകളും നമ്മളെ നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിലും പലപ്പോഴും പല കർഷകരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കന്ന്, അതായത് 2 കിലോത്തിന് മുകളിലുള്ള കന്നൊക്കെ ആണെങ്കിൽ പോലും അവരത് വാങ്ങാനായിട്ട് അതിനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്കറിയാലോ, പണ്ടൊക്കെ പറയുന്ന പോലെ കർക്കിടം 10 കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ഓരോ പ്രാദേശികമായ സ്ഥലത്തും വെള്ളം ഇറങ്ങുന്ന ഏകദേശം അതിനനുസരിച്ച് നമുക്ക് 1 മാസം മുൻപ് വരെ ഈ പറഞ്ഞ പോലെ കന്നുകളൊക്കെ മരുന്നിലൊക്കെ മുക്കി നമ്മൾക്ക് ഈ പറഞ്ഞ കരയിലൊക്കെ വെച്ച് മുളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് പാടത്തോട്ട് നടുകയാണെങ്കിൽ നമ്മൾക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് കൊല വെട്ടിയെടുക്കാൻ സാധിക്കും. പക്ഷെ അത് നമ്മൾ പലപ്പോഴും കർഷകരോട് പറയുമ്പോൾ കർഷകർക്ക് പലപ്പോഴും അതിനൊരു മടിയാണ്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, അത് ഈ പറഞ്ഞ പോലെ കൂലിച്ചെലവ് കൂടുതലാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തലച്ചുമടായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടാണ് കാണുന്നത്. അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ അർബാനയിലൊക്കെ വെച്ച് തള്ളിക്കൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്തിരി കൂലിച്ചെലവ് കൂടിയാലും നമ്മൾക്ക് കൂടുതൽ പടലയിൽ കായയും കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും ഒരു മീഡിയം കന്ന് സെലക്ട് ചെയ്ത് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിളവ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടുത്തെ ഈ കന്നൊരുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇനി നിങ്ങളുടെ നാട്ടിലെ വ്യത്യസ്തമായ കന്നൊരുക്കലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല കൃഷി വീഡിയോകളൊക്കെ നമ്മളുടെ ചാനലിലൂടെ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ മെസ്സേജോ വീഡിയോ ഒക്കെ ആയിട്ട് അയക്കാം. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഹരിദാസേട്ടനായിരുന്നു. അപ്പോൾ ഹരിദാസേട്ടനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.